കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസറ്റ്സിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബ്ലൂ സ്ക്രീൻ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ലെഫ്റ്റിലും റൈറ്റ് സൈഡിലെ ഈ മാസ്കിനുള്ളിലുമായി 2 ഇമേജുകൾ വീതം 10 ഇമേജുകൾ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മാസ്ക് ആണിത്. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റിലേതിന് സമാനമായ ബ്ലൂ കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടെംപ്ലേറ്റിലെ ബ്ലൂ കളർ ഇല്ലാതെയായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ 2 കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ബ്ലൂ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ ഡ്യൂറേഷനും താഴത്തെ ടെംപ്ലേറ്റ് ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ടെംപ്ലേറ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. ലെഫ്റ്റ് സൈഡിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും സ്കെയിൽ ഡൗൺ സെലക്ട് ചെയ്യുക. ഈ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജ് മാസ്കിന് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഇമേജ് മാസ്കിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആദ്യത്തെ 2 ഇമേജുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കർസർ ഇവിടെ നിന്നും പതിയെ മൂവ് ചെയ്ത് മാസ്ക് അവസാനിക്കുന്ന ഭാഗത്തായി നിർത്തുക. ടൈം ലൈനിൽ നിന്നും കർസർ നിർത്തിയെടുത്തു നിന്നുള്ള 2 ഇമേജുകളുടെയും മുന്നോട്ടുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയുക. ലെഫ്റ്റ് സൈഡിലായി വരേണ്ട രണ്ടാമത്തെ ഇമേജ് ഓപ്പൺ ചെയ്യാം. ആദ്യത്തെ ഇമേജിൽ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇവിടെയും ആവർത്തിക്കുക. ഈ മാസ്കിനുള്ളിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ മാസ്കിനുള്ളിൽ വച്ച ഇമേജിൽ നാം ചെയ്ത സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇവിടെയും ആവർത്തിക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമേജുകളും ഓപ്പൺ ചെയ്ത് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക.
എല്ലാ ഇമേജുകളും വെച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.